ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 55-ാമത്തെ ശ്ലോകം നോക്കാം. നാരദ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിശം തേ കരിഷ്യതി. ഇനി അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഭക്തിദേവി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ശ്രീ നാരദ മഹർഷി പറയുകയാണ് ഭക്തിദേവിയോട്. ജ്ഞാനേന ആത്മനി, ജ്ഞാനേന ആത്മനി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജ്ഞാനേനാത്മനി. ജ്ഞാനേന എൻ്റെ ഉള്ളിലെ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, ആത്മനി എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ, എൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു ആത്മീയമായ അറിവ് കൊണ്ട് പശ്യാമി, പശ്യാമി എന്നാൽ ഞാൻ അറിയുന്നു. സർവമേതത്തവാനഘേ, സർവം ഏതത് തവ അനഘേ, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് സർവമേതത്തവാനഘേ. സർവം എന്നാൽ സർവ, എല്ലാം എന്നുള്ള അർത്ഥത്തിൽ. ഏതെന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളെയും. ഇപ്പം യാതൊരു ദുഃഖങ്ങൾക്ക് വേണ്ടിയാണോ, ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണോ നാരദ മഹർഷിയെ ഭക്തിദേവി സമീപിച്ചത്? ആ എല്ലാ ദുഃഖങ്ങളെയും. തവ എന്നാൽ നിൻ്റെ, അനഘേ എന്ന് പറഞ്ഞാൽ പാപങ്ങളൊന്നും ഇല്ലാത്തവളെ, പാപരഹിതയായിട്ടുള്ളവളെ. കാരണം ഭക്തിദേവിക്ക് പാപമില്ല, അതിനെ അവലംബിക്കുന്നവരിലാണ് പാപങ്ങളുള്ളത്. അപ്പോൾ പാപരഹിതയായിട്ടുള്ളവളെ, നിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും എൻ്റെ ഉള്ളിലെ ആത്മീയമായ അല്ലെങ്കിൽ യോഗബലം കൊണ്ട്, ആത്മീയമായ അറിവ് കൊണ്ട് ഞാൻ അറിയുന്നു. അല്ലയോ അനഘേ, ന വിഷാദസ്ത്വയ, ന എന്നാൽ ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്നുള്ള അർത്ഥം. വിഷാദസ്ത്വയ, വിഷാദത്വയ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് വിഷാദസ്ത്വയ. വിഷാദ എന്നാൽ ദുഃഖം, ദുഃഖിച്ചിരിക്കുക. ത്വയ എന്നാൽ നിന്നാൽ. കാര്യം എന്നാൽ കാര്യം. അപ്പോൾ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല, അല്ലയോ പാപരഹിതയായിട്ടുള്ളവളെ, അല്ലയോ അനഘേ. കാരണം ഹരിഹി എന്നാൽ ഹരിക്കുന്നവൻ, അഥവാ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നവൻ. അവിടെ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ ശം കരിഷ്യതി, നിനക്ക്, ശം എന്നാൽ സുഖം, സുഖത്തെ കരിഷ്യതി നൽകും. തേ എന്നാൽ നിനക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ശം തേ കരിഷ്യതി, നിനക്ക് എല്ലാ സുഖത്തെയും നൽകും. അപ്പോൾ ഇവിടെ നാരദ മഹർഷി പറയുകയാണ്, അല്ലയോ പാപരഹിതയായിട്ടുള്ളവളെ, നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല, ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഞാൻ എൻ്റെ യോഗബലം കൊണ്ട്, എൻ്റെ ആത്മജ്ഞാനം കൊണ്ട് ഞാൻ അറിയുന്നു. നിനക്ക് ഇങ്ങനെ ദുഃഖിച്ചിരുന്ന് പാഴാക്കി കളയേണ്ടതല്ല നിൻ്റെ ജീവിതം. കാരണം ആ ശ്രീഹരി ഭഗവാൻ, എല്ലാ ദുഃഖങ്ങളെ ഹരിക്കുന്നവനായിട്ടുള്ള ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ നിൻ്റെയും ദുഃഖങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി നിനക്ക് സുഖത്തെ പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഭഗവാന് ഭക്തിദേവിയെ ഉപേക്ഷിക്കാനാവില്ലല്ലോ. അപ്പോൾ ആ ഭഗവാനിലേക്കുള്ള എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭക്തിദേവിയെ ഭഗവാൻ കൈവിടില്ല. ഭക്തിദേവിയുടെ എല്ലാ ദുഃഖങ്ങളെയും ഭഗവാൻ തീർത്തു കൊടുക്കും, ആ ശ്രീഹരി ഭഗവാൻ. ഇവിടെ ഇത് ഭക്തിദേവിയോട് പറയുന്നത് ആ ഭക്തിയുടെ പാരമ്യതയിൽ നിൽക്കുന്ന, ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന സാക്ഷാൽ ശ്രീ നാരദ മഹർഷിയാണ്. ആ ശ്രീ നാരദ മഹർഷിക്ക് നന്നായിട്ടറിയാം ഭഗവാൻ
ഭക്തദാസനാണ്. നമുക്കിനിയും ഭാഗവതത്തിൽ ഒരു വേള കാണാം. ഒരു കഥയിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ അസ്വതന്ത്രനാണ്, എൻ്റെ ഭക്തൻ മനസ്സിൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഞാൻ തന്നെ ബന്ധിതനാണ്. എവിടെ? ഭക്തൻ്റെ മനസ്സിൽ. അപ്പോൾ ഭക്തരെ കൈവിടാത്ത ഭഗവാൻ, ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗമായിട്ടുള്ള ആ ഭക്തിദേവിയെ തീരെയും കൈവിടില്ല എന്ന് ശ്രീ നാരദ മഹർഷിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ അറിയുന്നു അല്ലയോ അനഘേ, ദേവി ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഭഗവാന് നിന്നെ കൈവിടാനാവില്ല. ഭഗവാൻ നിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഹരിച്ച് നിനക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല അല്ലയോ ഭക്തിദേവി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഖേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിശം തേ കരിഷ്യതി. ഇനിയും ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ രണ്ടാമത്തെ പാദത്തിൽ ഒരു വിസർഗമുണ്ട്, ഹരി. അവിടെ പകുതി ഹകാരത്തിൽ നിർത്തുക. പിന്നെ ജ്ഞാനേന ആത്മനി, അവിടെ അകാരം നീട്ടിയെടുക്കണം. ജ്ഞാനേന ആത്മനി പശ്യാമി. പിന്നെ അടുത്തത് സർവമേതത്തവാനഖേ, അവിടെ ത കൂട്ടക്ഷരമാണ്. സർവമേതത് തവാനഖേ, അതുകൊണ്ട് കട്ടിയിൽ തന്നെ അത് വായിക്കുക. പിന്നെ വിഷാദസ്ത്വയ, ഇവിടെ ത്വയ ആണെങ്കിൽ സ ജോയിൻ ചെയ്യാൻ വന്നാൽ അതും ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. ഇത് മാത്രമേ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ.